നമുക്കെല്ലാവർക്കും ഫേഷ്യൽ ചെയ്യാൻ വളരെയധികം ഇഷ്ടമാണ് അല്ലേ? എല്ലാവർക്കും, പെണ്ണെന്നില്ല ആണെന്നില്ല, എല്ലാവർക്കും ഫേഷ്യൽ ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഇപ്പം നമുക്കറിയാം ലോക്ക്ഡൗൺ ആയ സമയത്ത് എല്ലാവരും കേക്ക് ഉണ്ടാക്കുക, അതുണ്ടാക്കുക, ഇതുണ്ടാക്കുക എല്ലാവരും ചെയ്യാനുണ്ട്. എന്നാൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഫേഷ്യലും ചെയ്തൂടെ? ഒരു കിറ്റ് മാത്രം മതിയില്ലേ? അതെ, ഇന്ന് നമുക്ക് ഇൻസ്റ്റൻറ്റ് കേക്ക് റെസിപ്പീസ് പോലും നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പണ്ട് തൊട്ടേയുള്ള കാര്യമാണ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള എന്താ പറയുക ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ്സ് നമുക്കൊരു ബോക്സ് ആയിട്ട് കിട്ടുക. സോ എല്ലാ സ്റ്റെപ്പും അതിലുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് മേടിച്ച് ജസ്റ്റ് നമുക്ക് തന്നെ ചെയ്യാം. അതുവഴി നമുക്കതൊന്ന് പഠിക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ നമുക്കത് അതിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുപോലൊരു ഫേഷ്യൽ കിറ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ വീഡിയോയിലേക്ക് കിടക്കാം. ബിഫോർ ദാറ്റ് നിങ്ങളുടെ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത് വരുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും 3 ഓപ്ഷൻ കാണിക്കുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് എൻ്റെ എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് മുടങ്ങാണ്ട് കിട്ടുള്ളൂ. അപ്പം നമുക്ക് വീഡിയോ കാണാം. ഇടിയും മഴയൊക്കെ വരുന്ന കാരണം തന്നെ ഞാൻ വളരെയധികം ലാഗ് അടുപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ വീഡിയോൻ്റെ മെയിൻ കാര്യം. അതായത് റൂപ് മന്ത്രയുടെ ഡയമണ്ട് ഫേഷ്യൽ കിറ്റാണ് ഇത്. മിക്ക പെമ്പിള്ളേരും ഇപ്പം നമ്മൾ കല്യാണം എൻഗേജ്മെൻ്റ് ഒക്കെ ആകുമ്പോഴേക്കും അധികം ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഒന്നെങ്കിൽ ഡയമണ്ട് അല്ലെങ്കിൽ ഗോൾഡൻ അല്ലേ? അപ്പോൾ കുറച്ചും കൂടെ ഒരു ഡയമണ്ട് ആകുമ്പോൾ കുറച്ചും കൂടി ഒരു റിച്ച് ലുക്കാണ് ഈവൻ ഗോൾഡിനെക്കാളും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡയമണ്ട് ചൂസ് ചെയ്യാനായിട്ടുള്ള കാര്യം. ഓൾറെഡി ഞാൻ റൂപ് മന്ത്രയുടെ 2-3 ഫേഷ്യൽ കിറ്റ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക. അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ചെയ്തത്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫേഷ്യൽ കിറ്റിൻ്റെ ഫോമാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ഡയമണ്ട് ഫേസ് കിറ്റാണ്. 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് റൂപ് മന്ത്രയുടേത്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമുക്ക് 100% ആയിട്ടുള്ള ഒന്നും നല്ലത് കിട്ടുന്നത് വലിയ കാര്യമാണല്ലേ. അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും കെമിക്കൽസിന് പുറകെ പോകാണ്ട് എല്ലാവരും നാച്ചുറലിന് പുറകെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ, കാരണം ഇത് 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. സോ നമുക്ക് ഇനി മെയിൻലി പാക്കേജിങ് നോക്കാം. ഇത് വന്നിട്ട് ഒരു കാർഡ്ബോർഡ് ബോക്സിലാണ് വരുന്നത്. സോ ഇത് നമ്മൾ ജസ്റ്റ് നമ്മളിതിന് ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതായത് 5 സ്റ്റെപ്പ് ഓഫ് ഫേഷ്യലാണ് വിതൗട്ട് കെമിക്കലിങ്. അതായത് നമുക്ക് ബ്ലീച്ച് എങ്ങനെയാണ് കെമിക്കലാണ് നമുക്കറിയാം. സോ ബ്ലീച്ച് ഇല്ലാതെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫേഷ്യൽ കിറ്റാണിത്. പെർഫെക്റ്റ്, അത് ബ്ലീച്ച് ഇല്ലെങ്കിൽ തന്നെ നമുക്കറിയാം പകുതിയും പെർഫെക്റ്റ് ആയിരുന്നുള്ളൂ. സോ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് മെയിൻലി ഇത് സ്കിൻ പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡ് സ്കിൻ സെൽസ് ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്തെങ്കിലുമൊക്കെ സ്കിന്നിൻ്റെ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമുക്ക് ഈ ബ്ലാക്ക് കളറുള്ള മാർക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ അതൊന്നും നമ്മളെ എന്താ പറയുക പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ 5ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നേരെ വീഡിയോ ഒന്ന് എടുക്കുക കേട്ടോ. അതായത് ഇപ്പോഴാണ് ഞാൻ കംപ്ലീറ്റ് ഈ ഒരു ഇതും ചെയ്ത് കഴിഞ്ഞത്. സോ അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഫ്രഷ് മുഖമാണ്. അതായത് അവസാനത്തെ മസാജ് ജെല്ലിട്ട് കഴിഞ്ഞാൽ അവസാനത്തെ ഒരു പാക്ക് ഇട്ട ശേഷമുള്ള എൻ്റെ ഒരു ഫേസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇനി അതുപോലെ തന്നെ സോഫ്റ്റ് ആൻഡ് ഫ്ലോലെസ് ആയിട്ടുള്ള സ്കിന്ന് തരും. പിന്നെ എന്താ നമ്മുടെ ഹെൽത്തി ആൻഡ് യങ്ഫുൾ ആയിട്ടുള്ള ഒരു യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്ലോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതാണ് ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ നമുക്കിതിന് 5 ഫംഗ്ഷൻസ് ആണുള്ളത്, അതായത് 5 സ്റ്റെപ്പാണുള്ളത്. ഒന്നാമത്തെന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്, ദെൻ 2ാമത്തത് സ്ക്രബിങ് ആണ്, 3ാമത്തത് ഇതിൻ്റെ ഒരു മസാജിങ് ആണ്, അതുപോലെ തന്നെ 4ാമത്തെ ഒരു ഡയമണ്ട് പാക്ക് ആണ്, ദെൻ ഫൈനൽ എന്ന് പറയുന്നത് ഒരു നറിഷിങ് ക്രീമാണ്. സോ ഒബ്വിയസ്ലി നമുക്കറിയാം ഈവൻ ഇപ്പോൾ നിങ്ങൾ ഫേഷ്യൽസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഈ സ്റ്റെപ്സ് കംപ്ലീറ്റ് ആയിരിക്കും. എന്തിനാണ് ക്ലെൻസിങ് ചെയ്യുന്നത് ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒരു എന്താ പറയുക നമ്മുടെ സ്കിന്നിനെ എന്താ പറയുക ഒന്ന് ക്ലെൻസ് ചെയ്യുക. അതായത് എന്തെങ്കിലും എക്സസ് ആയിട്ടുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈവൻ നമ്മൾ മുഖം കഴിക്കാൻ പോലും എന്തെങ്കിലും എക്സസ് ആയിട്ടുള്ള അഴുക്കുണ്ടെങ്കിൽ ഫേഷ്യലിന് വേണ്ടി നമ്മുടെ സ്കിൻ ഒന്ന് പ്രിപ്പ് ചെയ്യാണ് ശരിക്കും ക്ലെൻസിങ് ചെയ്യുന്നത്. സോ അതിന് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. ഒബ്വിയസ്ലി ക്ലെൻസിങ് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം. സോ ഇതാണ് നമ്മുടെ ക്ലെൻസിങ് ജെൽ എന്ന് പറയുന്നത്, മീൻസ് ക്ലെൻസിങ് മിൽക്ക് എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് ഏകദേശം ഒരു 15 ഗ്രാമിൻ്റെ പ്രോഡക്റ്റാണ്. സോ ഇത് തുറക്കുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് ഈ ക്ലെൻസിങ് മിൽക്ക് ഇരിക്കുന്നത്. ലൈക്ക് ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു വലിയൊരു സ്മെല്ലൊന്നും ഇതിനില്ല. നമ്മൾ വളരെ മണപ്പിച്ച് നോക്കിയാൽ മാത്രമേ നമുക്കൊരു മൈൽഡ് ആയിട്ടുള്ളൊരു സ്മെല്ല് കിട്ടും. അതും വലിയൊരു ബെറ്റർ സ്മെല്ലൊന്നുമല്ല, പക്ഷേ എന്നാലും ഒരു സാധാരണ ഒരു മണം, വലിയൊരു ഫ്രാഗ്രൻസും കാര്യങ്ങളും ഒന്നും തന്നെ ഇതിനില്ല എന്നുള്ളതാണ്. സോ ഇത് നമ്മളൊരു കുറച്ച് കയ്യിലെടുക്കുക, അപ്ലൈ ചെയ്യുക, ദെൻ ഓൾ ഓവർ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസ് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. എത്രത്തോളം നല്ലോണം പറ്റുന്നു അത്രത്തോളം നല്ലപോലെ മസാജ് ചെയ്യുക. നമ്മുടെ എല്ലാ ഭാഗത്തും നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ കവിളിൽ, നമ്മുടെ നെറ്റിയിൽ, നമ്മുടെ ചുണ്ടിൻ്റെ താഴെ, നമുക്ക് എവിടെയൊക്കെയാണോ ശരിക്കും കുറച്ചും കൂടെ നല്ല നീറ്റ്നെസ് ആയിട്ട് വരുന്നത്. എനിക്ക് മൂക്കിൻ്റെ ഏരിയയിലൊക്കെ ഉള്ള കാരണം ഞാൻ അവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക കോൺസെൻട്രേറ്റ് ചെയ്തത്. സോ ഇതൊരു 5 to 10 മിനിറ്റ് നമ്മൾ എന്തായാലും ഇതൊന്ന് നല്ലപോലെ ക്ലീൻസ് ചെയ്യുക.
അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി സ്ക്രബിംഗ് ആണ്. നമുക്കറിയാം ക്ലെൻസിങ് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി സ്ക്രബിംഗ് ആണ്. സോ നമ്മുടെ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് സ്ക്രബിംഗ് ആണ്. ഇതും ഏകദേശം 15 ഗ്രാം പ്രോഡക്റ്റ് ഉണ്ട്. സോ ഇത് കംപ്ലീറ്റ് ഇതെല്ലാം ഒരു ബ്ലൂ കളറുള്ള ഒരു ഷെയ്ഡിലാണ് എല്ലാം വരുന്നത്. എവറി പ്രോഡക്റ്റ് ഇസ് ഇൻ ബ്ലൂ കളർ. സോ ഇതാണ് നമ്മുടെ സ്ക്രബിങ്. സോ ഈ ഒരു സ്ക്രബിങ് പാർട്ടിക്കിൾസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ഇതിൻ്റെ തരികൾ കുറച്ചധികം വലിപ്പമുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഫേസ് സ്ക്രബ് ചെയ്യുമ്പോൾ കുറച്ച് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഇത് നമ്മൾ കുറച്ച് മുഖത്ത് അപ്ലൈ ചെയ്ത ശേഷം നല്ലപോലെ മസാജ് ചെയ്യുക. ഒരു 5 ഞാനിപ്പോൾ മസാജ് മീൻസ് സ്ക്രബിങ് യൂസ് ചെയ്യാണ്ട് കുറേ നാളായി, അതുകൊണ്ട് തന്നെ ഞാനൊരു 5 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് ഞാൻ റഫ് ഫേസിലാണ് ഞാനിത് അപ്ലൈ ചെയ്തത്. സോ അതിനുശേഷം ഞാൻ ബാക്കിയെല്ലാം ബാത്റൂമിൽ പോയിട്ടാണ് ഞാൻ ജസ്റ്റ് കംപ്ലീറ്റ് സ്ക്രബിങ് ചെയ്തത്, കാരണം എനിക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളത് കാരണം. സോ അതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസാജിങ് ജെല്ലാണ്. സോ ഇതാണ് നമ്മുടെ ബോട്ടിൽ. എവറിത്തിങ് ഇസ് ഇൻ 15 ഗ്രാം, എല്ലാം 15 ഗ്രാം ആണ്. സോ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഈ മസാജിങ് ജെല്ലാണ്. സോ അതിൻ്റെ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് ഒരു വേറെ ലെവലാണ്. അതിൻ്റെ സ്മെല്ലും സൂപ്പർ ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു എൻ്റെ സ്മെൽ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇതിലൊരു ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും ഭയങ്കര ഒരു ഫീലിംഗ് ആണ്, നല്ല സുഖമാണ് ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും. വേറെ ഒന്നുമില്ല, നമ്മൾ സ്ക്രബ് ചെയ്ത മുഖത്തേക്ക് ജസ്റ്റ് ഇത് അപ്ലൈ ചെയ്ത ശേഷം ഒരു 15 മിനിറ്റോളം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. എത്രത്തോളം നമുക്ക് സമയം മസാജ് ചെയ്യാൻ പറ്റണോ അത്രയും സമയം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. സോ മസാജ് ചെയ്ത ശേഷം എന്ത് ചെയ്യാം, നമുക്കൊരു വെറ്റ് കോട്ടൺ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക വെള്ളം വെച്ചിട്ടോ കഴുകി കളയുന്നുള്ളതാണ്. സോ അതാണ് നമ്മുടെ മൂന്നാമത്തെ. സ്റ്റെപ്പ്. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്ക് യൂസ് ചെയ്തതിൽ അടിപൊളിയായിട്ട് പ്രോഡക്റ്റ് വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടത് മസാജ് ജെല്ലാണ്. പക്ഷെ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇതിൻ്റെ പാക്കാണ്. ഒരു രക്ഷയില്ല. അത് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല. അതായത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുക, ഇത് കഴുകുമ്പോഴത്തേക്കും തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ മുഖം ഇങ്ങനെ ഭയങ്കര തണുപ്പായിരുന്നു, ഭയങ്കര സുഖമായിരുന്നു ഇത് അപ്ലൈ ചെയ്ത ശേഷം. വേറെ ഒന്നുമില്ല, നമ്മൾ ക്ലെൻസ് ചെയ്ത മുഖത്ത്, സ്ക്രബ് ചെയ്ത മുഖത്ത്, അതുപോലെ തന്നെ നമ്മുടെ ജെൽ അപ്ലൈ ചെയ്ത മുഖത്ത് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സ് കംപ്ലീറ്റ്ലി എൻ്റെ ഫേസിൽ വെക്കുക. അതിനുശേഷം നമ്മൾ കഴുകി കളയാം. ആഫ്റ്റർ ദാറ്റ് നമ്മുടെ സ്കിൻ നല്ലപോലെ ഒരു ക്ലിയർനെസ് ആയിട്ടൊരു സ്കിൻ നമുക്ക് കിട്ടും.
അത് കഴിഞ്ഞിട്ട് അവസാനത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 5 ആണ്. മറ്റൊന്നുമല്ല, നറിഷിങ് ക്രീമാണ്. നമ്മുടെ സ്കിന്നിന് അവസാനം ബാക്ക് ടു റെസ്റ്റിലേക്ക് കൊടുക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് നമ്മുടെ സ്കിന്നെ ബാക്ക് ടു നോർമലിലേക്ക് കൊണ്ടുവരാനുള്ള, അതായത് നമ്മളെല്ലാം കഴിഞ്ഞു എന്ന് നമ്മുടെ സ്കിന്നിന് ഒരു 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 വിവരം കൊടുക്കുക എന്നുള്ള രീതിയിൽ നമ്മുടെ സ്കിന്നൊന്ന് നറിഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു പാക്ക്, ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഇത് ഇങ്ങനത്തെ തന്നെയുള്ളൊരു എന്താ പറയുക സംഭവമാണ്. സോ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ പാക്ക് അപ്ലൈ ചെയ്ത ഫേസിൽ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ദെൻ അബ്സോർബ് ചെയ്യാനായിട്ട് വിടാം. ഈ ഒരു ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ ഞാൻ വലിയൊരു വീഡിയോ ആയിട്ട് എടുക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതാണ്. ഞാൻ വളരെ സിമ്പിളായിട്ട് ചുരുക്കി പറഞ്ഞു തരുന്നത്. കാരണം ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ മാത്രം എന്താ പറയുക, അത് മാത്രം മതിയല്ലോ. അപ്പോൾ അത് തന്നെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് വിശ്വസിക്കുകയാണ്. 8 മിനിറ്റ് കൊണ്ട് നമുക്ക് 8 മിനിറ്റ് പോരാ, അത്രയും ഉള്ളിൽ നമ്മളൊരു വീഡിയോ ചെയ്യുന്നുള്ളൂ. സോ അപ്പോൾ അത്ര തന്നെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്ന് ഉറപ്പും കൂടെ വരുത്തിയേക്ക്. ആപ്പിന് അടുത്ത വീഡിയോ കണ്ടിരിക്കും.